നമസ്കാരം. സജിമോൾസ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു, ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു ക്ലാസ് ചെയ്യാൻ ടൈം കിട്ടുന്നത്. അങ്ങനെ ആനുവൽ ടൈമിലേക്കാണല്ലോ നമ്മൾ പ്രവേശിച്ചത്. അതുകൊണ്ട് ധാരാളം നല്ല ടൈറ്റായിരുന്നു ക്ലാസ്. 10th മോഡൽ എക്സാം പെട്ടെന്ന് വന്നു. 9th-കാർ 10th-ലേക്ക് കയറുന്നതിൻ്റെ തിരക്കുണ്ടായിരുന്നു. അവരുടെ എക്സാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്ക് നേരത്തെ ക്ലാസ് തുടങ്ങുമല്ലോ. 9th-നും 10th-ലേക്ക് കയറുന്നവർക്ക് 10th-ന് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ ഇപ്പം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് വീക്കിൽ സ്റ്റേറ്റ് സിലബസിൻ്റെ 3rd-ന് മാർച്ച് 3rd-ന് അവർക്ക് തുടങ്ങും ബോർഡ് എക്സാം. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു അവയർനെസ് ആനുവൽ ടൈമിലേക്ക് വേണ്ടിയിട്ട്, അതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കൊച്ചു ക്ലാസ്സിലാണെങ്കിൽ, ചെറിയ ക്ലാസ്സുകാർക്ക് ഫോർ എക്സാമ്പിൾ ഹിന്ദിയെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ അവരുടെ പോർഷൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഗ്രാമർ പോർഷന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോൾ സർവനാമം, നാം സർവനാം, സംജ്ഞ സർവനാം, സംജ്ഞ നൗൺ, സർവനാം പ്രോനൗൺ. അപ്പോൾ സർവനാം എന്ന് പറയുമ്പം അവൻ, അവൾ, അത്, ആ. അത് ഹിന്ദിയിൽ വരുമ്പോൾ വാഹ്, യഹ്, വേ, എ, അങ്ങനത്തെ സർവനാം എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അപ്പം ഒരാളെ ഒരു നെയിമിൽ വിളിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ആളെ ആ നെയിം തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ അവൻ, അവൾ, അത്, വഹ്, യഹ്, വേ, എ, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ സർവനാം. വിശേഷൻ എന്ന് പറയുമ്പോൾ സംജ്ഞയെ വിശേഷിപ്പിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ സുന്ദർ ഫൂൽ, ഫൂൽ ഫ്ലവറാണ്. ആ ഫ്ലവറിനെ സുന്ദർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചു. അപ്പോൾ ആ സുന്ദറാണ് വിശേഷൻ. അപ്പോൾ നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവാണ് അപ്പോൾ വിശേഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, ദെൻ അപ്പോൾ നല്ല കാര്യം പറഞ്ഞ് വിശേഷിപ്പിക്കണം തന്നെയില്ല. മോട്ട ലഡ്ക, തടിയുള്ള ആൺകുട്ടി, മോട്ട. അപ്പോൾ അത് തടി എന്ന് പറഞ്ഞാൽ നല്ല ഇതിൽ പറയുന്നതല്ലല്ലോ. അതും ആ ലഡ്കേനെ വിശേഷിപ്പിക്കുന്ന മോട്ട എന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ വിശേഷൻ. ഇനി മുഖാവരയെ വരും, അവ്വയ ഉണ്ട്, മുഖാവരയുണ്ട്, വാക്യ വിചാറുണ്ട്, ക്രിയയുണ്ട്. ക്രിയ എന്ന് പറയുമ്പോൾ അത്രയും കോമൺ ആയിട്ടുള്ള ടഫായിട്ടുള്ള ഗ്രാമർ സെക്ഷനാണത്. ടഫല്ല, എക്സാമ്പിൾ പറഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെപ്പറ്റി നമുക്ക് വെക്കേഷൻ ക്ലാസ് ആയിട്ട് എടുക്കാം. ക്രിയ എന്ന് പറഞ്ഞാൽ നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വേബാണ് ക്രിയയായിട്ട് വരുന്നത്. ക്രിയ ഒരു ഡൂയിങ് വർക്ക്, എന്താണ് ചെയ്യുന്നത്, അതാണ് ക്രിയ. ഓടുക, ചാടുക. ഓക്കെ, ദൗഡ്ന ഹിന്ദിയിൽ. പിന്നെ വിരാം ചിഹ്നുണ്ട്, പങ്ക്ച്വേഷൻസ് മാർക്ക്, കുത്ത്, കോമ, കൊട്ടേഷൻ, കുത്ത്, കോമ, കൊട്ടേഷൻ, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്, പ്രശ്നവാചക ചിഹ്നം, എക്സ്ക്ലമേഷൻ മാർക്ക്, വിസ്മയാദിബോധക്, ഫുൾ സ്റ്റോപ്പ്. മലയാളത്തിൽ ഇംഗ്ലീഷിലാണ് ഡോട്ടാണ്, ഹിന്ദിക്ക് ഒരു 1 പോലെ ലൈനായിരിക്കും ഫുൾ സ്റ്റോപ്പ്. അതൊക്കെ ആ സെക്ഷനിൽ വരും. ദെൻ വിരാം ചിഹ്ന സെക്ഷനിൽ വരും. പിന്നെ കാൽ, ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതായത് ഭൂതകാൽ, പാസ്റ്റ്, കഴിഞ്ഞുപോയ കാലം. ഡെഡായിട്ടുള്ള ആൾക്കാരും, ഞാനൊരു ക്ലൂ കൊടുക്കുന്നതാണ്. ഡെഡായിട്ടുള്ള ആൾക്കാർ കഴിഞ്ഞു പോയല്ലോ, അവർ ഭൂതകാൽ ഹിന്ദിയിൽ, പാസ്റ്റ് അവർ കഴിഞ്ഞു. പ്രസൻറ്റ് ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. പ്രസൻറ്റ് ഇപ്പോൾ നടക്കുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ വർത്തമാൻ കാൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തായാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് തായിൽ വർത്തമാനുമായിട്ട് ആ തായും, ഫസ്റ്റ് താ ആത്താ ഹേ, അത് വർത്തമാൻ കാലാണ്, പ്രസൻറ്റ് ടെൻസിലാണ് വരുന്നത്. യാ വരുന്നത്, അത് യായും അതുപോലെ തന്നെ ആ യാ ചുറ്റിക്കെട്ടിയ തായും വരുന്നത് പാസ്റ്റിനെ കാട്ടുന്നതായിരിക്കും. അതായത് ഭൂതകാൽ. പിന്നെ ഫ്യൂച്ചർ മീൻസ് ഭാവികാൽ, ആവുക. ഓക്കെ, അപ്പോൾ കാൽ സെക്ഷൻ ഈസ് ഓവർ. ദെൻ ഒത്തിരി ലേഖൻ. ഓക്കെ, ദെൻ കാൽ സെക്ഷൻ. വിജ്ഞാപനമുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്,
വിജ്ഞാപൻ, അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനത്തെ ഗ്രാമർ സെക്ഷൻ വരാറുണ്ട്. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ്. ഇനി 8th സ്റ്റാൻഡേർഡിൽ മെയിനായിട്ടുള്ളത് ഗ്രാമർ സെഷൻ എന്ന് പറയുന്നത് സമാസ്, മുഹാവരെ, അതായത് പഴഞ്ചൊല്ല് പോലത്തെ. അവയും ആദ്യം പറഞ്ഞായിരുന്നു, സമാസും അവയും പറഞ്ഞുതരാം. അത് നെക്സ്റ്റ് ഒരു വെക്കേഷൻ ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ധാരാളം ടെക്സ്റ്റുകളൊക്കെ ഗ്രാമർ സെഷൻ ടെക്സ്റ്റുകളൊക്കെ ഉണ്ടല്ലോ 8th സ്റ്റാൻഡേർഡിൽ. ഇപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ ക്ലാസ് ഇതിലാണ് ആക്ച്വലി, ഈ ഫോൾഡർ. ഓക്കെ, അവയെ ദെൻ അനുച്ഛേദലേഖനുണ്ട്. ലേഖൻ സെക്ഷനിലാണ് അനുച്ഛേദലേഖൻ, ദേശപ്രയം, അങ്ങനെ സമയക്ക് ഇമ്പോർട്ടൻസ്, സമയക്ക് മഹത്വ, പൊല്യൂഷനെ പറ്റി, പ്രദൂഷൺ കി ബാരേ മേ ലിഖോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ളത്. പിന്നെ സ്കൂളുകാർ സ്പെഷ്യലൈസ് ചെയ്ത് ചിലത് കൊടുത്തിട്ടുണ്ടാവും, എസ്പെഷ്യലി CBSE സ്റ്റേറ്റിനും ക്ലൂ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അതനുസരിച്ച് കുട്ടികൾ പഠിക്കുക. ദെൻ പത്ര, ലെറ്റർ, ഒഫീഷ്യൽ ലെറ്റർ, അൺഒഫീഷ്യൽ ലെറ്റർ, അതായത് ഔപചാരിക് പത്ര, അനൗപചാരിക് പത്ര. അപ്പം സാധാരണ പറഞ്ഞാൽ ഔപചാരിക് പത്രമായിരിക്കും, അൺഒഫീഷ്യലായിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട്. അങ്ങനത്തെ സെക്ഷൻസാണ് ഒന്ന്. നെക്സ്റ്റ് സെക്ഷനിൽ ലേഖൻ ടൈപ്പിലാണ് ഇപ്പോൾ പറഞ്ഞത്. ആദ്യം പറയും വ്യാകരണിലെ ഗ്രാമർ സെഷൻ, അതുപോലെ തന്നെയാണ് ലേഖൻ ടൈപ്പും. ഇനി പഠിത ഗത്യാംശം, അപഠിത ഗത്യാംശം എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ, അതിൽ നിന്ന് സെൻറ്റൻസ് ഫുള്ളായിട്ട് എഴുതാനുള്ളത് കൊണ്ട് ഷോർട്ടായിട്ട് എഴുതാനും തന്നിട്ടുണ്ടാകും. അപ്പോൾ പഠിത അപഠിത ഗത്യാംശം. അപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡ് ബാൽ മഹാഭാരത് പഠിത ഗത്യാംശത്തിൽ വന്നിട്ടുണ്ട്. കർണൻ, ദുര്യോധൻ, അശ്വത്ഥാമ, യുധിഷ്ഠിർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ ടെസ്റ്റ് ഉണ്ട്. PDF ആയിട്ട് കുട്ടികളുടെ അടുത്താണ് സാധാരണ പഠിക്കുന്നത്. ടെക്സ്റ്റ് വാങ്ങുന്നവരും ഉണ്ട് കേട്ടോ. പാണ്ഡവും ധൃതരാഷ്ട്രക്കെ പ്രതി വ്യവഹാർ, ശ്രീകൃഷ്ണ അവർ യുധിഷ്ഠിർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പാരഗ്രാഫ് ലാസ്റ്റാണ് അവർക്ക് ഇപ്പം എക്സാമിന് പോർഷൻ കൊടുത്തിരിക്കുന്നത് 8th സ്റ്റാൻഡേർഡ് CBSE. ദെൻ അതുപോലെ തന്നെ ഓക്കെ, ദെൻ കൊച്ചു ക്ലാസ് കഴിഞ്ഞ് കൊച്ചു ക്ലാസ്സിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഹിന്ദി എക്സാമാണ്. അപ്പോൾ ലെസൺസ് കഴിഞ്ഞിട്ട് ലെസൺ ആസ് യൂഷ്വൽ ഫുള്ളും ഉണ്ട്, കുറേ സെൻസർ ചെയ്ത് കൊടുത്ത സ്കൂളുകാരും ഉണ്ട് കേട്ടോ, ഫുള്ളുള്ളവരുണ്ട്. അപ്പോൾ കൊച്ചു ക്ലാസ്സാണ്, ഗിൻതി വരാൻ ചാൻസ് ഉണ്ട്, നമ്പേഴ്സ്. അപ്പോൾ 40 to 50 അങ്ങനെ. അപ്പം 10, 10, 20, 20, 30, 30, 40, 40, 50, 50, 60, 60 ആൻഡ് 70, 80. അപ്പോൾ 100, 1000, ലാക്ക് ലക്ഷം തന്നെയാണ്. അത് ഇംഗ്ലീഷും ഹിന്ദിയും പറയുന്ന സെയിമാണ്, ലാക്ക് എന്ന് തന്നെയാണ്. ദെൻ 1000 പറഞ്ഞല്ലോ. കരോട്, ക്രോർ, അത്രയൊന്നുമില്ല, എന്നാലും കോമൺ ആയിട്ട് അറിയേണ്ട കാര്യമാണ് പറഞ്ഞത്. പിന്നെ ദെൻ സ്കിബാദ് സംജ്ഞ, നൗൺ, സർവനാം, പ്രോനൗൺ, അനുസ്വാർ, അനുനാസികൻ. അനുസ്വാർ എന്ന് പറഞ്ഞാൽ മുകളിലൊരു ഡോട്ട് ഇടുന്നതിനാണ്. അങ്കുർ, ആയുടെ മുകളിൽ അഹ, ആയുടെ മുകളിൽ ഡോട്ട് അംകുർ. അനുനാസിക് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ചാന്ദ്, ദ മൂൺ, ചാന്ദിന് ചന്ദ്രബിന്ദു ഡോട്ട്, അതാണ് അനുനാസിക്. പിന്നെ പ്രശ്നസൂചക ക്വസ്റ്റ്യൻ വരാറുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് ക്യാ, കോൻ, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. ദെൻ പത്ര കോമൺ ആണ്. സംവാദലേഖൻ വരും, കോൺവെർസേഷൻ ബിറ്റ്വീൻ അമ്മ, മക, മാം, ബേട്ട, മാം, ബേട്ടി, അധ്യാപിക, സ്റ്റുഡൻറ്റ്, ഛാത്ര, സ്റ്റുഡൻറ്റ്, അങ്ങനെ വരും. ചിത്രവർണ്ണൻ വരാറുണ്ട് കൊച്ചു ക്ലാസ്സിൽ, ചിത്രം തന്നിട്ടുണ്ടാകും, അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള പോർഷൻസ് ഗ്രാമർ സെഷനിൽ. ദെൻ SSLC ഇപ്പം മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹിന്ദി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സൂചന ഉണ്ടായിരിക്കും ടെക്സ്റ്റിൽ, അല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ സൂചന ഉണ്ടായിരിക്കും കോമൺ ആയിട്ട്. ആ സൂചന ഏത് ലെസൺ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞ ഫസ്റ്റ് ലെസൺ സ്റ്റേറ്റിൻ്റെ ആട്ടോ അപ്പോൾ പറയുന്നത്. സ്റ്റേറ്റാണ് ഇപ്പം ഞാൻ പ്രിഫറൻസ് 10th കൊടുക്കുന്നത്, CBSE കൊടുക്കുന്നില്ല എന്നല്ല. സോഷ്യൽ സയൻസ് ആണ് എൻ്റെ സബ്ജക്റ്റ്, ആക്ച്വലി ഹിസ്റ്ററി ആണ്. ഇപ്പം ഓക്കെ, ഇപ്പം ഞാൻ സ്റ്റേറ്റാണ് ഈ വർഷം കൂടുതൽ 10th. 9th CBSE ആണ് കേട്ടോ.
അപ്പോൾ രണ്ട് CBSE, സ്റ്റേറ്റ് ICSE മൂന്നും ഞാൻ എടുക്കുന്നുണ്ട്. ഹിന്ദി, പിന്നെ മലയാളം, ഏത് ക്ലാസ്സിലും എനിക്ക് എടുക്കാൻ പറ്റും. പിന്നെ സോഷ്യൽ സയൻസ് ആണ് എൻ്റെ സബ്ജക്റ്റ്. മീഡിയം ഹിന്ദി ആയിരുന്നു B.Ed ചെയ്ത്. ഓക്കെ, അപ്പോൾ എനിക്ക് രണ്ടും പറ്റും. പിന്നെ മിലിറ്ററി ഫാമിലി ആയതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജാണ്, നോർത്താണല്ലോ നമ്മുടെ ഹിന്ദി, അതാണ് എനിക്ക് ബേസിക് ഫൗണ്ടേഷൻ ജീനിലുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ സൂചന ഉണ്ടാവും ബോക്സിൽ, സൂചന ഒരു സൂചന ഉണ്ടെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ देखो, കണ്ടോ, ലെസൺ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ മോഡൽ സൂചനയിൽ നോക്കിയാൽ എന്നിട്ട് താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമൂനയ്ക്ക് ആൻസർ വാക്കിക്ക് പൂർത്തീകരെ എന്ന് പറഞ്ഞാൽ നമൂന മീൻസ് എക്സാമ്പിൾ അനുസരിച്ച് സെൻറ്റൻസ് പൂർത്തീകരെ എന്ന് ഫില്ല് ചെയ്യൂ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ആ ബോക്സിലുള്ള, നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പഠിക്കാതെ പോവുകയാണെങ്കിൽ ബോക്സിന് ആ നമൂന, ആ എക്സാമ്പിൾ ആ ബോക്സിൽ ഇട്ടേക്കണം, എഴുതി വെക്കുക. എന്തായാലും ഔട്ട് ഓഫ് സിലബസ് ആവില്ലല്ലോ, സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത്ര ഇപ്പോൾ ഫസ്റ്റ് ഒരു ബോക്സിലാണ് 1 തൊട്ട് 3 വരെ. एक अंश पढ़े और 1 से 1 से 3 तक के प्रश्नों के उत्तर लिखे എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഫസ്റ്റ് ബോക്സിൽ. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ബോക്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഗ്രാമർ സെഷനായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വന്നു. തേർഡ് പട്കഥാ കാ ഏക് ദൃശ്യ ലിഖേ, അതും ആ ബോക്സിനെ ആധാരമാക്കി. ഒന്ന് പഠിച്ചിട്ട് പോയില്ലെങ്കിൽ കുട്ടികൾ അങ്ങനെയാണ്. ഞാനിത് എല്ലാം കോമൺ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല, അതെല്ലാം ടിപ്സാണ് അതൊക്കെ. അത് അങ്ങനെ അങ്ങ് ചെയ്യുക, എഴുതി വയ്ക്കുക. എന്തായാലും പകുതി മാർക്ക് 3 മാർക്ക് ഉണ്ടെങ്കിൽ 1.5 തരണമല്ലോ. കാരണം ആ ലെസനെ ബേസ് ചെയ്തല്ലേ ആ കുട്ടി എഴുതുന്നത്. അപ്പോൾ ഈ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ ആശ്രയിച്ച ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവില്ല. ചില ആൻസേഴ്സ് അവിടെ തന്നെ ഉണ്ടാകും. പഠിച്ചിട്ട് പോയവർക്കാണല്ലോ ഇത് അറിയാമല്ലോ ആൻസറാണ് ഇത് എന്ന്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ വേറൊരു ഇപ്പോൾ ഓർത്തതാണ്, നമ്മൾ 2 ടൈംസ് ആൻസർ പഠിച്ചാൽ 1 ടൈം മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടാവണം. ക്വസ്റ്റ്യൻ അറിയാതെ ആൻസർ ചെയ്യുന്ന, ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ പോവുക, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. കുട്ടികൾക്കുടെ മെയിൻ, കുട്ടികൾ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടാവും ആൻസർ, ബട്ട് ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കിയാലാണ് ഈ ആൻസർ എങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റുമല്ലോ. ഫോർ ഇൻഡയറക്റ്റ് ആൻസർ വരികയാണെങ്കിൽ ഈ പഠിച്ചിട്ട് ലെസൺ മാറിപ്പോതിരുന്നാൽ മതി. ഇൻഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരും, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടില്ല, ഡയറക്റ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പഠിച്ച ആൻസർ ഇന്ന ലെസണിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എഴുതി വയ്ക്കാമല്ലോ. പഠിച്ച ആൻസർ വയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു ക്ലൂ വരും, ആൻസർ വരും, ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാലും ഒരു പകുതി മാർക്ക് കിട്ടും അങ്ങനെ. ദെൻ അപ്പോൾ അതുപോലെ പാരഗ്രാഫ് നമൂന എന്ന് പറയുമ്പോൾ ബോക്സിലുള്ള കാര്യം അനുസരിച്ച് ആൻസർ ചെയ്യുക. ഗ്രാമർ സെഷന് പിരമിഡ് ടൈപ്പ് ഉണ്ട് 10th ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുണ്ട്, ഗ്രാമറുണ്ട്. അപ്പോൾ ഉസ്കാ നികിത സർവനാം കോൻസാഹേ 3rd സെക്ഷനിലാണ്. 8th ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അത് അയാം കലാം എന്ന നമൂനയാണ് കൊടുത്തേക്കുന്നത് ബോക്സിൽ. അതിൻ്റെ സമ്മറി കൊടുത്തേക്കുവാണ്, അതാണ് ബോക്സ് നമൂന എന്ന് പറയുന്നത്, സമ്മറി. അപ്പോൾ ഉസ്കാ മേം നിഹിത സർവനാം കോൻസാഹേ, ഉസ്കയിൽ ഏത് സർവനാമാണ് ആഡ് ചെയ്തിരിക്കുന്നത്? ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. ഏക്ക്, വാഹ്, ഏ, വേ. ഏക്ക് എന്ന് പറഞ്ഞാൽ അത് ഇസ്കായാവുന്നതാണ്, വഹ് ഉസ്കായാവുന്നതാണ്, ഏ ഇന്നാണ്, വേ ഉന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളെ പഠിപ്പിച്ച് വിട്ടാൽ കൊച്ചിന് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉസ്കായുടെ സർവനാം വഹാണ്, വഹ് പ്ലസ് ക, ഉസ്ക. കേട്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ബേസ് ഫൗണ്ടേഷൻ ഇട്ട് കിടക്കുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിരിക്കും എക്സാം. അല്ലാണ്ട് തട്ടിക്കൂട്ട് പരിപാടി ചെയ്യരുത്. ഫൗണ്ടേഷൻ ഇടുക, എല്ലാത്തിനും ക്ലൂ വേണം. ക്ലൂ ഇട്ട് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ പിരമിഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് പിരമിഡ് 1-2 ഒക്കെ ചെയ്ത് പഠിച്ചു പോയാൽ വളരെ എളുപ്പമായിരിക്കും. ഇത് പിരമിഡ് കണ്ടോ, പിരമിഡിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, പിരമിഡിൻ്റെ ഷേപ്പ്. അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം ആ ബ്രാക്കറ്റ് കൊടുത്താൽ കോഷ്ടയ്ക്ക് ശബ്ദോംസെ വാക്കി പിരമിഡ് കി പൂർത്തീകരെ. കോഷ്ടം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ ശബ്ദം എടുത്തിട്ട് ഈ പിരമിഡ് കംപ്ലീറ്റ് ചെയ്യൂ. ഓൾറെഡി 2 തരും, പിന്നത്തെ 2 നമ്മൾ എഴുതിയാൽ മതി. മാർക്ക് എത്രയാ? സൈഡിൽ മാർക്ക് 2 മാർക്ക്. രൺവിജയ് ഡർത്താഹെ ലെസനുള്ള കേട്ടോ, തന്നിട്ട് അത്രയും തന്നു. രൺവിജയ് പരീക്ഷാസെ ഡർത്താഹെ, രൺവിജയിന് പേടിയുണ്ട്, രൺവിജയിന് പരീക്ഷയ്ക്ക് പേടിയുണ്ട്. പിന്നെ ബ്രാക്കറ്റിൽ തന്നെത്തിക്കുക സ്കൂൾ കീം ബഹുത്വ, അത് അങ്ങ് ആഡ് ചെയ്യണം. ഏത് രൺവിജയ് പരീക്ഷാസെ സ്കൂളിനെ ഫസ്റ്റ് എടുക്കണം. ദെൻ ബഹുത്ത് ഡർ എന്നുള്ള ഭയങ്കര പേടിയാന്നുള്ള വാക്കും കൂടെ കൂടി അതങ്ങ് ഫില്ല് ചെയ്യണം. സ്കൂൾ കീ
അപ്പോൾ ആ സ്കൂളിലേക്ക് ചേർത്തിട്ട് മറ്റേതും കൂടെ തേർഡ് ബാലൻസ് അതിന് മുമ്പത്തെ 2 സെൻറ്റൻസ് സ്കൂളിലേക്ക് ഇങ്ങോട്ട് ചേർത്തിട്ട് അങ്ങോട്ട് എഴുതുക. പിന്നെ ലാസ്റ്റ് എഴുതുമ്പോൾ ബഹുത്തും കൂടെ ആഡ് ചെയ്തിട്ട് മീനിങ് മാറിപ്പോകാതെ അങ്ങ് എഴുതിയാൽ മതി. ലോട്ട് ഓഫ് ബഹുത്ത സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ അത്രയേ ഉള്ളൂ. എന്നിട്ട് ആ സെൻറ്റൻസ് കൂടെ കൂട്ടി അങ്ങ് എഴുതി വെച്ചാൽ മാർക്ക് 2 മാർക്ക് എങ്ങും പോവില്ല. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരില്ല, ഓൾറെഡി ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആശ്രയിച്ചുള്ള കാര്യത്തിലാണ് മാർക്ക് പോകില്ലാത്ത. ഗ്രാമറിന് കൂടുതൽ മാർക്ക്. ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ സെൽഫായിട്ട് എഴുതുമ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും അങ്ങനെയൊക്കെ വരുമല്ലോ. പിന്നെ ബോർഡ് എക്സാമിന് അങ്ങനെ ഒത്തിരി ചെയ്യാൻ പാടില്ലാത്തതാണ്. കുറച്ച് കുട്ടികൾ ഒരുവിധം ആൻസർ ഷീറ്റ് കാണുമ്പോൾ ഒരു അപ്പിയറൻസ് ഉണ്ടായാൽ മാർക്കിട്ട് കൊടുത്തോളണം. എന്ന് വെച്ചാൽ ചിലപ്പം പേടി ഉണ്ടാവാം, എന്നാലും അങ്ങനെ വരരുതല്ലോ. അങ്ങനെ മോഡൽ എക്സാം, സ്കൂളിൽ ടീച്ചറിൻ്റെ മോട്ടിവേഷൻ, എന്നെപ്പോലെ സ്പെഷ്യൽ ടീച്ചേഴ്സ് മോട്ടിവേഷൻ ക്ലാസ്സസ് അല്ലേ. ഓക്കെ, ദെൻ അങ്ങനെ അങ്ങ് പോന്നു കഴിഞ്ഞാൽ വീണ്ടും നമൂനയുണ്ട്. അതിലാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫുള്ള് വരുന്നത്. ഓക്കെ, അപ്പോൾ 10th മോഡൽ ഇപ്പോൾ കഴിഞ്ഞു. ദെൻ അവരിപ്പോൾ വെക്കേഷൻ പോലെ സ്റ്റഡി ലീവാണ്. എന്നിട്ടും ഒറിജിനൽ എക്സാം ബോർഡ് എക്സാം നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ CBSEന്ന് 10th കയറും. മലയാളം ക്ലാസ്, മലയാള മോഡൽ അതുപോലെ തന്നെ ഉണ്ട്. മലയാളം 10th മോഡൽ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ബോക്സ് ഉണ്ട്. ഇല്ല ബോക്സ് ഇല്ല കേട്ടോ, സോറി. ഞാൻ ക്വസ്റ്റ്യൻ കണ്ടില്ല, എനിക്ക് ടൈം കിട്ടില്ല, ടൈറ്റാണ്. അടുത്തത് പഠിപ്പിക്കാനുള്ള തിരക്ക്. സ്റ്റേറ്റ് CBSE കൂടെ വരുന്നതുകൊണ്ട് ക്ലാഷായിട്ട് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കുട്ടി, ബട്ട് എനിക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലുണ്ട്. ചൂടെ ചേർക്കുന്ന പദങ്ങളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കണ്ടില്ലേ, കൂട്ടത്തിൽ പെട്ടതെന്ന് വിചാരിക്കുകയുള്ളൂ. അല്ല ഓഡ് വൺ ഔട്ട് അങ്ങനത്തെ പെടാത്തത് ഓഡ് വൺ ഔട്ടായിട്ടുള്ള എഴുതണം. അത് കണ്ടോ, കൂട്ടത്തിൽ പെടാത്തത് അത് കാണില്ല. അത് എന്നെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തെളിയുന്ന പിന്നെ ക്വസ്റ്റ്യൻ ആൻസറിനെ ലെസണിനെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ശരിക്കും അങ്ങ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കൊന്നും പേടിക്കണ്ട. കുട്ടികൾക്ക് എക്സാം പേടിയെന്നൊരു കോൺസെപ്റ്റ് ഒരു റേഡിയോയിലൊക്കെ പറയാറുണ്ട്. റേഡിയോ ഞാൻ ആശ്രയിക്കാറുണ്ട്. എനിക്ക് അത് ഒത്തിരി, കാരണം ഇരുന്ന് TV കാണാൻ അത്ര സമയം എനിക്ക് എടുക്കുന്നതിനേക്കാൾ നല്ലത് പാട്ട് കിട്ടും, അത്യാവശ്യം വരും. എല്ലാ സമയമില്ല. 3 PM ഞാൻ ക്ലാസ് തുടങ്ങും. ആഫ്റ്റർനൂണിൽ ബിഫോർനൂണിൽ 6 AM തുടങ്ങും. മൺഡേ ടു ഫ്രൈഡേ. ഒരു മൺഡേ ഒരു എക്സാം ഉള്ള ഒരു കുട്ടിയാണ്, സൺഡേയും എടുക്കണമല്ലോ. അങ്ങനെ സാറ്റർഡേ എടുക്കേണ്ടി വരും സംടൈംസ്. ഇനി വെക്കേഷൻ ആവുകയാണല്ലോ, ഇനി വെക്കേഷൻ ക്ലാസ് അതനുസരിച്ച് പോകും. പിന്നെ വെക്കേഷൻ കഴിഞ്ഞിട്ട് US പോയാലും കുഴപ്പമില്ലല്ലോ, മക്കൾ അവിടെയാണല്ലോ. അവിടെ നിങ്ങൾ ക്ലാസ് എടുത്ത ടൈം എനിക്ക് മാറ്റിയാൽ മതി. കാരണം അവിടെ ഈവനിങ്ങിൽ ക്ലാസ്, ഇവിടെ മോർണിംഗ് ആണല്ലോ. ഇവിടുത്തെ മോർണിംഗ് ക്ലാസ് അല്ല, അവിടുത്തെ മോർണിംഗ് ക്ലാസ് ഇവിടെ ഇനി ആരും അറിയുന്നില്ല. നമ്മുടെ ടൈം അങ്ങ് ആസ് യൂഷ്വൽ മാറുന്നുണ്ട്. അപ്പോൾ എവിടെയാണെങ്കിലും കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം സെയിം ആണല്ലോ കാര്യങ്ങൾ. ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ളൊരു കുട്ടിയെ ക്ലാസ് എടുത്താൽ ഞാൻ ഓൺലൈൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എബ്രോഡ് ഗൾഫിലെ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്കെടുത്താലും ടൈം ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കുട്ടികൾക്ക് അവർ ടൈം നമ്മൾ നേരത്തെ ജൂണിൽ തുടങ്ങുമ്പോൾ തന്നെ കൺഫേം ആയ ടൈം പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത്, പേരൻസിൻ്റെ ഫോണിലോ ഗ്രാൻഡ് പേരൻസിൻ്റെ ഫോണിലോ അല്ലാതെ ഞാൻ ക്ലാസ് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ആ പേരൻറ്റോ ആ ഗ്രാൻഡ് പേരൻറ്റോ അവിടെ ഉണ്ടാവും. അവർക്കറിയാലോ ക്ലാസ്, അവർ ആ റൂമിൽ എവിടെയെങ്കിലും അവിടെ നടന്നോട്ടെ. നമുക്കെന്താ, നമ്മൾ വാച്ച് ചെയ്യുന്ന നല്ല കാര്യമല്ലേ. കുട്ടികൾ മര്യാദയ്ക്ക് ഇരുന്നോളുമല്ലോ ഒന്നുമില്ലെങ്കിൽ. പിന്നെ ഇൻഡിവിജ്വൽ ക്ലാസ്സാണ്. അങ്ങനെ ഇൻഡിവിജ്വൽ ക്ലാസ് ആയതുകൊണ്ട് ഒരു ഒറ്റ കുട്ടി ഒറ്റ ടീച്ചർ, സുഖം, കുട്ടിക്ക് സുഖം. എനിക്ക് കുറേ ടൈറ്റ് വരും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. ദെൻ 9th ക്വസ്റ്റ്യൻ പേപ്പർ CBSE. ഇനി 10th കയറുന്ന കുട്ടി, അവൾക്ക് എക്സാം കഴിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം 10th വേഗം കയറണം അവർക്ക്. അതിന് ഇച്ചിരി ടൈറ്റായിരുന്നു, നല്ല ടൈറ്റാണ്. പക്ഷേ കുട്ടി ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്തുകൊണ്ട് കുട്ടിക്ക് ഒരു 5 minutes ചെക്ക് ചെയ്യാൻ സമയം വേണം കേട്ടോ. ചെക്ക് ചെയ്യാൻ സമയമുണ്ട്. 5 minutes എടുക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ മാറിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എങ്ങനെ മാറിപ്പോയെങ്കിലോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ തന്നെയായിരിക്കും ആൻസർ ഷീറ്റിൽ എഴുതേണ്ടത്. തോന്നുന്ന നമ്പർ ഇടരുത്. ദെൻ ചെക്ക് ചെയ്യാൻ ടൈം കിട്ടിയാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ 10th എന്നുള്ളൊരു ആൻസർ ഒട്ടും അറിയില്ല, സമയം കിട്ടുന്നില്ല. ആ നമ്പർ അവിടെ ഇട്ട് വെച്ചോളണം. ഇൻ കേസ് കുറച്ച് മാർക്ക് അവിടെ ഇട്ടേക്കാൻ ടീച്ചേഴ്സിന് എന്തെങ്കിലും ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ ആ 10th ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടെങ്കിലേ അവിടെ മാർക്ക് ഇടാൻ പറ്റുകയുള്ളൂ.
അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടാവണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ തന്നെ ഇട്ടിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ 9th CBSE ടൈറ്റ് തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ധാരാളം കുട്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലെങ്തി ആയി പോയല്ലോ, ഒത്തിരി ലെങ്തി ആയി. അതെ, പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് 9th 10th കയറുന്ന കുട്ടിയാണ് ഹിന്ദി. അപ്പോൾ ഇതുവരെ ഹിന്ദിയും മലയാളം ജസ്റ്റ് ഒന്ന് പറഞ്ഞു. സോഷ്യൽ സയൻസ് ഒട്ടും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, അതിൻ്റെ എക്സാം വരുന്നേ ഉള്ളൂ. ഓക്കെ, ധന്യവാദ്, താങ്ക് യു, നന്ദി. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു സോ മച്ച്. ബൈ.